നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് ലൈനിൽ വീടിനകത്ത് പാചകവാതകത്തിന് തീപിടിച്ചുണ്ടായ പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥനും മരിച്ചു. ചേറ്റുവ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ അൻസിലിന്റെ മൃതദേഹം കണ്ടെത്തി. മനക്കൊടി വിളക്കുമാടം പാടശേഖരത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അവഗണനയിൽ നിന്ന് മോചനമില്ലാതെ ചേറ്റുവ പാലം. അടച്ചിട്ടും അടയാത്ത പാലത്തിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. CPIM കൊടകര സൌത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. വിശദമായ വാർത്തയിലേക്ക്. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് ലൈനിൽ വീടിനകത്ത് പാചകവാതകത്തിന് തീപിടിച്ചുണ്ടായ പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥനും മരിച്ചു. ജൂലൈ 8-നായിരുന്നു രവീന്ദ്രനും ഭാര്യ ജയശ്രീക്കും പൊള്ളലേറ്റത്. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന തൃക്കോവിൽ വീട്ടിൽ രവീന്ദ്രൻ ഇന്ന് മരണപ്പെട്ടു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ ജയശ്രീ അന്ന് രാത്രി തന്നെ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടിരുന്നു. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ പൊട്ടിത്തെറി നടന്നു എന്നാണ് കരുതുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകം മുഴുവൻ നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പുവാതിലടക്കം തകർന്നിട്ടുണ്ട്. എല്ലാ മുറികളിലും ഗ്യാസ് നിറഞ്ഞ് നിന്നിരുന്നതിനാൽ മുറികളിലെല്ലാം തീ പടർന്ന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ചേറ്റുവ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ അൻസിലിന്റെ മൃതദേഹം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം ചേറ്റുവ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ കയ്പമംഗലം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. കോഴിക്കോട് കരടിവളവ് സ്വദേശി നെച്ചിപ്പറമ്പിൽ അഷ്റഫിന്റെ മകൻ അൻസിലാണ് മരിച്ചത്. അഴീക്കോട് ബീച്ചിൽ നിന്നും 10 കിലോമീറ്ററോളം പടിഞ്ഞാറ് ഭാഗത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഴീക്കോട് കോസ്റ്റൽ പോലീസ് എത്തി മൃതദേഹം പുറത്തെടുത്ത് കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയ ബന്ധുക്കളാണ് മൃതദേഹം അൻസിലിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ചേറ്റുവ ഹാർബറിലേക്ക് വന്നിരുന്ന വള്ളം അഴിമുഖത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിൽ അൻസിലിനൊപ്പമുണ്ടായിരുന്ന മറ്റു 2 പേർ പരിക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു. മനക്കൊടി വിളക്കുമാടം പാടശേഖരത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പട്ടാമ്പി വാടാനിക്കുറിശി സ്വദേശിയും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 4ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായ 22 വയസ്സുള്ള ഹാഷിമാണ് മരിച്ചത്. നാട്ടിക ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ B. വൈശാഖ്, TR. ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സ്കൂബ ടീം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരം 6:30യോടെയായിരുന്നു സംഭവം. അവധി ആഘോഷിക്കാൻ 15ഓളം സഹപാഠികളും ഒത്ത് പുള്ളിലേക്ക് എത്തിയതായിരുന്നു വിദ്യാർത്ഥികൾ. പുള്ള് മനക്കൊടി പാലത്തിന് സമീപമുള്ള കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിന് എതിർവശത്തുള്ള വിളക്കുമാടം പടവിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാളായ ഹാഷിം വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു. ഹാഷിമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവശനിലയിലായ കൂട്ടുകാരെ നാട്ടുകാർ കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലെ കുട്ടവഞ്ചിയുമായി എത്തി രക്ഷിക്കുകയായിരുന്നു. അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചേറ്റുവ പാലം. അടച്ചിട്ടും അടയാത്ത പാലത്തിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. ചെറുതും വലുതുമായി 20ൽ പരം കുഴികളാണ് ചേറ്റുവ പാലത്തിലുള്ളത്. ഇരുഭാഗത്തെയും വലിയ കുഴികളാണ് യാത്രക്കാരെ പാലത്തിലേക്ക് സ്വീകരിക്കുന്നത്. ഈ ഭാഗത്ത് ഇരുമ്പ് കമ്പികൾ തെളിഞ്ഞ നിലയിലുമാണ്. ബൈക്ക് ഉൾപ്പെടെയുള്ള ചെറിയ വാഹനങ്ങൾ കുഴി കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നതും വാഹനം വെട്ടിച്ചു മാറ്റുന്നതും വലിയ അപകടങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യതയും ഏറെയാണ്. അശാസ്ത്രീയമായ കുഴിയടയ്ക്കലാണ് പാലത്തിൽ വീണ്ടും വീണ്ടും കുഴികൾ രൂപപ്പെടാൻ കാരണമെന്നാണ് പ്രധാന ആരോപണം.
പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടും പാലത്തിന്റെ ശോചനീയാവസ്ഥ കണ്ടിട്ടും ദേശീയപാത അധികൃതരുടെ നിസ്സംഗത തുടരുകയാണ്. പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കണമെന്നും വാഹനയാത്രക്കാർക്ക് ഭീഷണിയായി മാറിയ ദേശീയപാതയിലെ കുഴികൾ അടിയന്തരമായി അടയ്ക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, AM ബിജു, സായുജ് സുരേന്ദ്രൻ, ഷൈനി ബാബു, ജിനേഷ് വെട്ടിയാട്ടിൽ, സൂരജ് കുണ്ടനി, ലിനോ മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. CPIM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KD അപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് കല്ലിങ്ങപ്പുറം തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 10 രൂപ കൂടി ഗ്രാമിന് 9,110 രൂപ, പവന് 72,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് ലൈനിൽ വീടിനകത്ത് പാചകവാതകത്തിന് തീപിടിച്ചുണ്ടായ പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പരിക്കേറ്റ ഗൃഹനാഥനും മരിച്ചു. ചേറ്റുവ അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ അൻസിലിന്റെ മൃതദേഹം കണ്ടെത്തി. മനക്കൊടി വിളക്കുമാടം പാടശേഖരത്തിൽ കുളിക്കാനിറങ്ങിയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. അവഗണനയിൽ നിന്ന് മോചനമില്ലാതെ ചേറ്റുവ പാലം. അടച്ചിട്ടും അടയാത്ത പാലത്തിലെ കുഴികൾ വാഹനയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കമായി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.